ഹൈ ഡേഡേഴ്സ് ദിസ് സിയാത്ത് ഇല്ലിക്കൽ എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഗംഭീരമായിട്ടുള്ള ഒരു ദിവസം. കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ നിഫ്റ്റി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയൊരു ഹൈ ആണ് ഇന്ന് ക്രിയേറ്റ് ചെയ്തത്. രാവിലെ തന്നെ ഒരു 600 പോയിന്റിൻ്റെ ഒരു ഗ്യാപ്പ് അപ്പാണ് നമുക്ക് കിട്ടിയത്. എക്സിറ്റ് പോൾ ഫലം വന്നതിന് ശേഷം ഇതിൽ കുറവൊന്നും തന്നെ നമ്മൾ പ്രതീക്ഷിച്ചതുമില്ല. രാവിലെ തന്നെ ഇത്ര വലിയ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തപ്പോൾ നമ്മളുടെ എല്ലാ ആൾക്കാരുടെയും പോർട്ട്ഫോളിയോയിൽ ഉണ്ടായിരുന്ന വളരെ സീവിയർ ആയിട്ട് നഷ്ടത്തിലുണ്ടായിരുന്ന സ്റ്റോക്കുകൾ പോലും ഇന്ന് അതിശക്തമായ രീതിയിൽ കുതിച്ചു കയറി. ഈ ഒരു കുതിച്ചുകയറ്റം കണ്ട സാധാരണക്കാരായിട്ടുള്ള റീറ്റെയിലേഴ്സ് രാവിലെ തന്നെ സ്റ്റോക്കുകളെല്ലാം തന്നെ തൂക്കി വിറ്റു. രാവിലെ തന്നെ പല പ്രമുഖരായിട്ടുള്ള ബ്രോക്കേഴ്സിൻ്റെ ആപ്പ് വരെ ക്രാഷ് ആയിട്ടുണ്ട്. അതായത് സ്റ്റോക്കുകൾ വിൽക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് വന്നിട്ടുണ്ട്. നിഫ്റ്റിയുടെ ഫസ്റ്റ് ക്യാൻഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ഒരു ബെയറിഷ് ക്യാൻഡിലാണ്. ആ ഒരു ബെയറിഷ് ക്യാൻഡിൽ അതായത് ആദ്യത്തെ ഒരു ഓപ്പണിംഗ് റേഞ്ച് നിഫ്റ്റിക്കും അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റിക്കും അല്ലെങ്കിൽ ഫിനാൻഷ്യൽ നിഫ്റ്റിക്കും ആദ്യത്തെ ഓപ്പണിംഗ് റേഞ്ച് ആദ്യത്തെ ഹൈ വീണ്ടും ബ്രേക്ക് ചെയ്യാനായിട്ട് പറ്റിയത് മാർക്കറ്റ് ക്ലോസ് ചെയ്ത ഒരു സമയത്താണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വെള്ളിയാഴ്ചയിലെ കോൾ ഓപ്ഷൻ്റെ പ്രീമിയം എങ്ങനെയാണോ സ്പൈക്ക് ചെയ്തത് അതുപോലെ തന്നെ മാർക്കറ്റ് ക്ലോസ് ചെയ്ത സമയത്ത് കോൾ ഓപ്ഷൻ്റെ പ്രീമിയംസ് എല്ലാം തന്നെ വളരെ ശക്തമായിട്ട് സ്പൈക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ആളുകളും എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെയാണ് ഇന്ന് മാർക്കറ്റ് വന്നിട്ടുള്ളത്. നിക്ഷേപകരെ സംബന്ധിച്ച് വളരെയധികം പോസിറ്റീവായിട്ടുള്ള വളരെയധികം സന്തോഷകരമായിട്ടുള്ള ഒരു ദിവസം തന്നെയാണ്. ഇതിൽ നമുക്ക് ഒരു കാര്യം ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, റിസൾട്ട് വന്നിട്ടില്ല. റിസൾട്ട് നാളെയാണ് വരുന്നത്. എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നു. അപ്പോൾ നിലവിലുള്ള ഗവൺമെൻറ് വീണ്ടും കണ്ടിന്യൂ ചെയ്യും. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇപ്പോൾ മാർക്കറ്റിൽ കണ്ടത് എന്ന് കരുതി നമ്മളുടെ സ്മോൾ ക്യാപ്പ് കമ്പനീസ് അത് നാളെ മുതൽ മിഡ് ക്യാപ്പ് ആയിട്ടില്ല. മിഡ് ക്യാപ്പ് കമ്പനിയിലുണ്ടായിരുന്ന എന്തെങ്കിലും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അത് മാറിയിട്ടില്ല. ഏതെങ്കിലും ഒരു കമ്പനിക്ക് കടമുണ്ടെങ്കിൽ സ്റ്റിൽ കടമുണ്ട്. ഏതെങ്കിലും ഒരു കമ്പനിക്ക് എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള അവസ്ഥകളുണ്ടെങ്കിൽ സ്റ്റിൽ നെഗറ്റീവാണ്. കണ്ണും പൂട്ടി ഏത് സ്റ്റോക്കിൽ ബൈ ചെയ്താലും ഗവൺമെൻറ് തിരിച്ചു കയറിയെന്ന് വിചാരിച്ച് എല്ലാ സ്റ്റോക്കുകളും പറക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. കാരണം ഇന്ന് ആളുകൾ അഗ്രസീവായിട്ട് ബൈ ചെയ്ത് സ്വാഭാവികമായിട്ട് ഇന്നും നാളെയൊക്കെ ആ ഒരു കുതിപ്പിൽ ആ സ്റ്റോക്ക് മുന്നോട്ട് പോയേക്കാം. പിന്നീട് ആ സ്റ്റോക്ക് ഫണ്ടമെൻ്റലി സ്ട്രോങ് അല്ല എങ്കിൽ ആ സ്റ്റോക്ക് താഴേക്ക് വരും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കമ്പനികളുടെ ഫണ്ടമെൻ്റൽ വാല്യൂസിന് ഈ ഒരു ഗവൺമെൻറ് ജയിച്ച് കയറിയത് കൊണ്ട് മാറ്റമുണ്ടായിട്ടില്ല. പക്ഷെ മാർക്കറ്റിൽ ഉണ്ടായ സെൻറ്റിമെൻറ്റ്സ് അത് പോസിറ്റീവാണ്. നിഫ്റ്റി ഫർദറായിട്ട് വീണ്ടും മുകളിലേക്ക് പോകാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. അത് നിഫ്റ്റിയാണ്. നിഫ്റ്റി NSEയിലുള്ള ടോപ്പ് 50 കമ്പനീസിനെയാണ് നമ്മൾ നിഫ്റ്റി എന്ന് വിളിക്കുന്നത്. നിഫ്റ്റി മുകളിലേക്ക് പോകുക അതിനർത്ഥം സ്മോൾ ക്യാപ്പ് കമ്പനീസ് മുകളിലേക്ക് പോകണമെന്നില്ല എന്നുള്ളത് ഓർമ്മിക്കുക. കാരണം ഈ ഒരു സിനാരിയോയിൽ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പെന്നി സ്റ്റോക്കുകളിലൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി ഗവൺമെൻറ് കയറിയല്ലോ, എൻ്റെ സ്റ്റോക്കും കയറുമെന്ന് കരുതരുത്. മാർക്കറ്റിലേക്ക് ഇനി മറ്റുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഇന്ന് BSE ഇൻഡെക്സ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏകദേശം ഒരു 12 ലക്ഷം മാർക്കറ്റ് ക്യാപ്പ് ആഡ് ചെയ്ത ഒരു ദിവസമാണ്. SBI രാജ്യത്തിലെ ഏറ്റവും വലിയ പൊതുമേഖല ബാങ്കിങ് കമ്പനിയായ SBI 9 ലക്ഷം മാർക്കറ്റ് ക്യാപ്പ് അടക്കുന്നു. അദാനി ഗ്രൂപ്പ് ഓഫ് സ്റ്റോക്കുകൾ 20 ലക്ഷം മാർക്കറ്റ് ക്യാപ്പുകൾക്ക് അടക്കുന്നു. അദാനി പോർട്ടൊക്കെ നമ്മൾ പറഞ്ഞത് കണ്ടു. കഴിഞ്ഞ വെള്ളിയാഴ്ച അടക്കം അദാനി സ്റ്റോക്കുകളിൽ ഏകദേശം ഒരു 5000 കോടി രൂപയുടെ ബൈങ് ഈ എക്സിറ്റ് പോൾ ഫലത്തിന് മുമ്പേ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ 20 ലക്ഷം മാർക്കറ്റ് ക്യാപ്പാണ് അവർ അടക്കുന്നത്. രാവിലെ പ്രീ മാർക്കറ്റിൽ നമ്മൾ പറഞ്ഞപ്പോൾ ഒരു കാര്യം നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് ഇന്ത്യ വിക്സ് ഫോൾ ആകും അല്ലെങ്കിൽ ഫോൾ ആകാനുള്ള സാധ്യതകളുണ്ട് എന്ന്. ഇന്ന് ഇന്ത്യ വിക്സ് ഏകദേശം ഒരു 20% ഒരു ഫോളാണ് നമ്മൾ കണ്ടത്. സ്വാഭാവികമായ രീതിയിൽ ഇനീഷ്യലി പ്രീമിയംസ് എല്ലാം തന്നെ മെൽറ്റായി. ഓപ്ഷൻ ബൈ ചെയ്ത ആളുകളെ സംബന്ധിച്ച് ആ ഒരു പ്രീമിയം മെൽറ്റ് ആയതുകൊണ്ട് കുറച്ച് ആ ഒരു റിട്ടേൺ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിഫ്റ്റി അതിശക്തമായിട്ട് മുകളിലേക്ക് പോയതുകൊണ്ട് അവർ ആ ഒരു തീറ്റ എഫക്റ്റ് അത് റിഫ്ലക്റ്റ് ചെയ്തത് അത് റിയലൈസ് ചെയ്യാനായിട്ട് വഴിയില്ല. പക്ഷേ വിക്സ് 20% ഫോളായി എന്നുള്ളത് അത് വസ്തുതയാണ്. സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷനിലേക്ക് വരികയാണെങ്കിൽ പവർ ഗ്രിഡ്, NTPC, SBN, L&T, അൾട്രാടെക് സിമെൻറ്റ്, റിലയൻസ് തുടങ്ങിയ കമ്പനീസ് എല്ലാം തന്നെ ശക്തമായിട്ട് മുകളിലേക്ക് പോയി. അതായത് ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലുള്ള കമ്പനീസ് എല്ലാം തന്നെയാണ് വലിയ തോതിൽ ഇന്ന് നേട്ടം കൈവരിച്ചിട്ടുള്ളത്. എല്ലാ സെക്ടറും ഇന്ന് ഗ്രീനിൽ ക്ലോസ് ചെയ്തു. ഓട്ടോ സെയിൽസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. നമുക്ക് GDP ഡേറ്റ ഉണ്ടായിരുന്നു. നമുക്ക് GST കളക്ഷൻ ഉണ്ടായിരുന്നു. അതെല്ലാം തന്നെ പോസിറ്റീവായിരുന്നു. ഓട്ടോ സെക്ടറിലെ ഓട്ടോ റിപ്പോർട്ട് പോസിറ്റീവ് ആണെന്ന് വെച്ചാൽ അത് മിക്സ്ഡ് ഡേറ്റ ആയിരുന്നെങ്കിൽ കൂടിയും ഓട്ടോ സെക്ടറും ഇന്ന് പോസിറ്റീവായിട്ട് പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. ബജാജ് ഓട്ടോ ടോപ്പ് ഗെയിനർ ആയിരുന്നു.
പവർ ഫിനാൻസ് സ്റ്റോക്കുകൾ വീണ്ടും ഇന്ന് ശക്തമായിട്ട് പറന്നു. ഒരിടക്ക് ഒരു ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടതായിരുന്നു ഈ ഒരു PFC, RFC തുടങ്ങിയ കമ്പനീസ്. എന്നാൽ ഇന്ന് വീണ്ടും ഒരു 12% എല്ലാ സ്റ്റോക്കുകളും പറന്നിട്ടുണ്ട്. കൂടാതെ തന്നെ അദാനി സ്റ്റോക്കുകളുടെ കാര്യം നമ്മൾ എടുത്തു. 20 ലക്ഷം മാർക്കറ്റ് ക്യാപ്പ് കടന്നു. അഹ്ലുവാലിയ കോൺട്രാക്ട് പോലുള്ള കമ്പനീസ് ഓർഡർ ഉണ്ടായിരുന്നു. നമ്മൾ പ്രീ മാർക്കറ്റിൽ ഡിസ്കസ് ചെയ്തിരുന്നു. സ്റ്റോക്ക് വന്ന് 13% ഒരു സ്പൈക്ക് കണ്ടു. ഈ ഒരു റാലിയിലെല്ലാം തന്നെ പിണക്കം നടിച്ച് നിൽക്കുന്ന കുറച്ച് സ്റ്റോക്കുകളും ഉണ്ടായിരുന്നു. അത് മുൻനിര സ്റ്റോക്കുകളുണ്ടായിരുന്നു. ഇൻഫോസിസ് അല്ലെങ്കിൽ HCL ടെക് പോലെയുള്ള കമ്പനീസ് ഈ ഒരു റാലിയിൽ ഞങ്ങളില്ല എന്ന് പറഞ്ഞ് മാറി നിന്ന കുറച്ച് IT സ്റ്റോക്കുകളും ഉണ്ടായിരുന്നു. IT കമ്പനീസ് ഈ ഒരു റാലിയിൽ എന്തോ വലിയ തോതിൽ പങ്കെടുത്തില്ല എന്നുള്ളത് ശ്രദ്ധേയമായിട്ടുണ്ട്. ഇനി നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് വരാൻ നമ്മൾ ആദ്യത്തെ 5 മിനിറ്റിൻ്റെ ഒരു ക്യാൻഡലിൻ്റെ കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് കണ്ട് മനസ്സിലാക്കാം. നിഫ്റ്റിയുടെ യെസ്റ്റർഡേ ക്ലോസ് 22,500, വലിയൊരു ഗ്യാപ്പ് അപ്പ്. ഹൈ 23,337, അതായത് 21,100 ആയിരുന്നു നമ്മളുടെ ഓൾ ടൈം ഹൈ. അതിന് മുകളിൽ പോയി. ആദ്യത്തെ 5 മിനിറ്റ് ക്യാൻഡിൽ ബെയറിഷ് ആയിരുന്നു കാണാം. പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു റീറ്റെയിലേഴ്സിൻ്റെ. അതിനുശേഷം അതായത് ഇന്നത്തെ ഹൈയിൽ നിന്ന് 273 പോയിന്റ് ഫോളോ ചെയ്തതിന് ശേഷം നിഫ്റ്റി 23,100, അതായത് നിഫ്റ്റിയുടെ ഓൾഡ് ഹൈയിൽ സപ്പോർട്ട് എടുത്തു. അതിനുശേഷം കൺസോൾട്ടേറ്റ് ചെയ്ത് വീണ്ടും ഇന്നത്തെ ഹൈയിലേക്ക് തിരിച്ചെത്തി. 23,337 നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുണ്ട്. NSEയിൽ ഏകദേശം 1,373 കമ്പനീസ് ഗ്രീനിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. 937 കമ്പനീസിൽ മാത്രമാണ് പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടിട്ടുള്ളൂ. നിഫ്റ്റിയിൽ അദാനി പോർട്ട്, NTPC, പവർ ഗ്രിഡ്, SPIN, ONGC തുടങ്ങിയ കമ്പനീസ് 8 മുതൽ 10% ശക്തമായ റാലി രേഖപ്പെടുത്തിയപ്പോൾ L&T മൈൻട്രി, ഐഷർ മോട്ടേഴ്സ്, HCL ടെക്, ഏഷ്യൻ പെയിൻറ്റ്, ഇൻഫോസിസ് എല്ലാം തന്നെ സ്ലൈറ്റ്ലി നെഗറ്റീവായിട്ടുണ്ട്. L&Tയും അല്ലെങ്കിൽ HCL ടെക്കും ഇൻഫോസിസും 3 വലിയ IT കമ്പനീസാണ് IT സെക്ടറിൽ നിന്ന് ഇന്ന് പെർഫോമൻസ് ഒന്നും ചെയ്യാതെ നിലകൊണ്ടിട്ടുള്ളത് എന്നുള്ളത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അതൊരു കൗതുകമായിട്ടുണ്ട്. കാരണം അവരും റാലി ചെയ്യേണ്ടതായിരുന്നു. ഈ പറഞ്ഞ ഇൻഫോസിസ് ആവട്ടെ, HCL ടെക് ആവട്ടെ, അതല്ലെങ്കിൽ L&T മൈൻട്രി ആവട്ടെ, അതെല്ലാം തന്നെ ഒരു ഓവർ ബോട്ട് സോണിൽ പോലും അല്ല, ഓവർ സോൾഡ് സോണിൽ തന്നെയാണ്. ഇവരുടെ എല്ലാം തന്നെ RSI വാല്യൂ എല്ലാം തന്നെ ഏകദേശം ഒരു ബിലോ 50ക്ക് താഴെയാണ്. അതായത് എക്സ്ട്രീംലി സോൾഡ് ചെയ്തൊരു അവസ്ഥയിലാണ് ഉള്ളത്. അപ്പോൾ ഇനി ഗ്ലോബൽ മാർക്കറ്റോ അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ഗ്ലോബൽ ഈവൻറ്റോ അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള സ്റ്റോക്കുകളുടെ വാർത്തക്കോ ഒന്നും യാതൊരു പ്രസക്തിയില്ല. ഓപ്പൺ ഇൻട്രസ്റ്റിനോ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിനോ ഒന്നും നല്ലൊരു പ്രസക്തിയില്ല. അതിനർത്ഥം നാളെയും ബുള്ളിഷാണെന്നോ നാളെ ഒരു 600 പോയിന്റ് കയറുമെന്നൊന്നും ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. മറിച്ച് പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണ്. ഗ്ലോബൽ ഈവൻറ്റിനും മറ്റുള്ള ടെക്നിക്കൽ അനാലിസിസിനും എല്ലാം തന്നെ ഒരു ചെറിയൊരു ഇടവേളയാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ നടക്കുന്നത് ഈ ഒരു റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആക്ഷനാണ്. അതിനിടയിൽ പോയി നമുക്ക് മറ്റുള്ള ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സും ടെക്നിക്കൽ അനാലിസിസിനും ഒന്നും യാതൊരു വകുപ്പില്ല. കാരണം നിഫ്റ്റിയുടെ ഹൈ ഏതാണ് യാതൊരു പിടുത്തവുമില്ല. നിഫ്റ്റി ഓൾ ടൈം ഹൈയിലാണ്. ഇനി അടുത്ത റെസിസ്റ്റൻസ് എന്താണ് നമുക്കറിയില്ല. അടുത്ത റെസിസ്റ്റൻസ് നമുക്ക് OI ചാർട്ട് പ്രകാരം നോക്കാം. എവിടെയാണ് ആളുകളെല്ലാം തന്നെ ചെക്ക് കയറിയിട്ടുള്ളത്, എവിടെയാണ് ആളുകൾ കൂടുതൽ കോൾ ഷോർട്ട് ചെയ്തിട്ടുള്ളത്. ആ ഒരു ഡേറ്റ അനുസരിച്ച് നമ്മൾ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ പാപ്പർ സൂട്ടായിട്ട് നമ്മൾ വീട്ടിലിരിക്കും. കാരണം ഇന്നത്തെ ബാങ്ക് എക്സിൻ്റെ അല്ലെങ്കിൽ നാളത്തെ ഫിൻനിഫ്റ്റിയുടെ എല്ലാം തന്നെ ഓപ്പൺ ഇൻട്രസ്റ്റ് കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്ന ലെവല് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇൻ ദ മണിയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനർത്ഥം ഇത്തരം വലിയ ഈവൻറ്റുകൾ വരുമ്പോൾ നമ്മൾ ഓപ്പൺ ഇൻട്രസ്റ്റോ മറ്റുള്ള അനാലിസിസിന് പുറകെ പോകാതെ യുക്തിപൂർവ്വം ചിന്തിച്ച് മാർക്കറ്റ് എങ്ങനെയാണോ ഈ യുദ്ധം വരുമ്പോൾ മാർക്കറ്റ് ക്രാഷ് ആവുന്നത്, അതുപോലെ തന്നെയാണ് മാർക്കറ്റ് ഇത്തരം വാർത്തകൾ വരുമ്പോൾ ബൈയിങ് നടക്കുന്നത്. ആളുകൾ ബ്ലൈൻഡ്ലി മാർക്കറ്റിലേക്ക് പമ്പ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. അല്ലെങ്കിൽ തന്നെ നമുക്ക് എത്ര വലിയൊരു സീവിയർ ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ പോലും, അതായത് ഉക്രൈൻ റഷ്യ വാറാവട്ടെ, അതല്ലെങ്കിൽ ഇസ്രായേൽ പലസ്തീൻ വാറാവട്ടെ, ഇങ്ങനെയുള്ളൊരു സിനാരിയോയിൽ പോലും നമുക്ക് വരുന്ന മന്ത്ലി മ്യൂച്വൽ ഫണ്ട് SIP നിക്ഷേപം അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 20,000 കോടി രൂപയാണ്. അത് ഏത് വോസ്റ്റ് കേസ് സിനാരിയോയിലും മ്യൂച്വൽ ഫണ്ട് കമ്പനീസിന് കിട്ടുന്നത് 20,000 കോടി രൂപയാണ് മന്ത്ലി. അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസരത്തിൽ ഇപ്പോൾ എല്ലാ ആളുകളും ചർച്ച ചെയ്യും. നാളെ പ്രമുഖരെ എല്ലാ മലയാള പേപ്പർ എടുക്കുകയാണെങ്കിലും കാണാം നിഫ്റ്റി കുതിച്ചു, സെൻസെക്സ് പിടിച്ചാൽ കിട്ടില്ല എന്നുള്ള വാർത്തയാണ് സാധാരണക്കാരായ ആളുകൾ വായിക്കുന്നത്. വീണ്ടും ഫണ്ട് പമ്പ് ചെയ്യും, വീണ്ടും ഫണ്ട് ഇൻഫ്ലോ വരും. മ്യൂച്വൽ ഫണ്ട് കമ്പനീസിന് ഫണ്ട് കിട്ടുകയാണ്, അവർക്ക് ഇൻവെസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പം വീണ്ടും മാർക്കറ്റ് മുകളിലേക്ക് പോകാനാണ് സാധ്യത. ഇവിടെ നമുക്ക് പല
വ്യക്തിപരമായിട്ടുള്ള വീക്ഷണങ്ങളും രാഷ്ട്രീയ വീക്ഷണങ്ങളും കാര്യങ്ങളും തന്നെ ഉണ്ടാകാം. അപ്പോൾ എല്ലാവരുടെയും രാഷ്ട്രീയ വീക്ഷണങ്ങളെല്ലാം തന്നെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ പറയുന്നത് മാർക്കറ്റിനെ പറ്റിയാണ്. മാർക്കറ്റിലുള്ള ഒരു വ്യൂവിനെ പറ്റിയാണ്. അത് ചില ആളുകൾക്ക് അത് ഇഷ്ടക്കേടുണ്ടാവാം. ചില ആളുകൾക്ക് അത് ഇഷ്ടമുണ്ടാവാം. മാർക്കറ്റ് എങ്ങനെയാണ് എന്നുള്ള അവസ്ഥയാണ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുമ്പോൾ മാർക്കറ്റിലുള്ള സെൻറ്റിമെൻറ്റ്സ് മാത്രം അത് റെസ്പെക്ട് ചെയ്യുക. മറ്റുള്ള മീൻസ് പൊളിറ്റിക്കൽ വ്യൂസും അങ്ങനെയുള്ള സെൻറ്റിമെൻറ്റ്സും എല്ലാം തന്നെ മാറ്റി വെച്ചിട്ട് മാർക്കറ്റിലേക്ക് നമ്മൾ വരുന്നത് ഇവിടെ കാശുണ്ടാക്കുക അല്ലെങ്കിൽ ഇവിടെ സസ്റ്റെയിൻ ചെയ്യുക എന്നുള്ള ആ ഒരു ഒറ്റ ഉദ്ദേശം വെച്ചിട്ട് ഉള്ളതാണ്. അപ്പോൾ അങ്ങനെ ആയിരിക്കട്ടെ നമ്മളെ ഉദ്ദേശങ്ങൾ, നല്ല ഉദ്ദേശങ്ങൾ. അപ്പോൾ നാളെ രാവിലെ 7:00 വിശദമായിട്ടുള്ള പ്രീ മാർക്കറ്റായിട്ട് എത്താം. ഇപ്പോൾ കുറേ സ്റ്റോക്ക് ന്യൂസുകളൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കത് നാളെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നേരുന്നു. താങ്ക് യു.